ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ 3 ടെക് മീഡിയ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അനദർ ഫിഫൻ്റെ വേറൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ രണ്ടാമത്തെ ഫിഫൻ്റെ വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് ബ്രസീലും പോർച്ചുഗലും ഉള്ള വേൾഡ് കപ്പ് സെമി ഫൈനലാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഇത് നല്ല ഹരായിട്ടുള്ള കളിയാക്കി മാറ്റാനാണ് ഗൈസ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഗൈസ്, അങ്ങനെ കിക്ക് ഓഫ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ബ്രസീലിനാണ് ടച്ച് കിട്ടിയത്. അപ്പം ഇനി നമുക്ക് ഏതായാലും കളി തുടങ്ങാം. ഇപ്പോൾ പന്തുള്ളത് എന്ന് പറഞ്ഞാൽ ഫെർണാണ്ടസിൻ്റെ അലക്സാൻഡ്രോൻ്റെ റൊണാൾഡോ പോയി സിൽവ ഇപ്പോഴും ഉണ്ടല്ലേ ബ്രസീലിൻ്റെ ടീമിൽ ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ പെക്കറ്റേന്ന് സിൽവ പിന്നെ കയ്യിൽ തന്നെയാണല്ലോ പന്ത്, കളിയാണല്ലോ. അപ്പോൾ ഗൈസ്, ഫെർണാണ്ടസ് റൊണാൾഡോ അങ്ങനെ ഒരു ഗോൾ അടിച്ച് കാണണം പോലും ഉണ്ടായില്ലോ. ഫെർണാണ്ടസ് പിന്നെ ഫ്രണ്ട് നമ്മളങ്ങോട്ടേക്ക് പന്തധികം വരുന്നില്ല ഗൈസ്. അപ്പോൾ അതാ വന്നിട്ടുണ്ട് ഗൈസ്. പണി പാളോ. ഈ റൂബൻ ഡിയാസൊക്കെ പോയി നിൽക്കാണ്. കഴിച്ചില്ലേ ഏതായാലും ക്ലിയർ അടിച്ചു. ഇപ്പോഴാണ് ഗൈസ് പകുതി ജീവൻ തിരിച്ചിട്ടിയെന്നുള്ള സത്യമാണ് അങ്ങനെ പറയാം ഗൈസ്. അത്ര ഗോള് വികാൻ നേരത്തെ നമ്മൾ പകുതി ജീവൻ പോകും ഗൈസ്. ഇപ്പോൾ റൊണാൾഡോ ഒരു 1-1 ചാൻസ്. യെസ് കിട്ടി. അതന്നെ ഗൈസ്, അതൊക്കെ അത്രേ ഉള്ളൂ. ഗോളൊക്കെ നമ്മളെ അണ്ണന് സിമ്പിളാണ്. എത്ര പെട്ടെന്നല്ലേ പന്ത് ബ്രസീലിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചാൻസ് പോയി നേരെ നമ്മളെ കയ്യിലേക്ക് ഒരു ചാൻസ് വന്നു. കണ്ണ് ചിമ്മി തുറക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഗോളായിട്ട് വീണില്ല. ഏതാണല്ലേ സമ്മതിക്കണതാണ്. റിപ്ലൈ നോക്കി കണ്ണ് ചിമ്മി തുറക്കുമ്പോണ്ട് അപ്പുറത്തെ പോസ്റ്റിൽ ഗോളായിട്ട് വീണിരിക്കുന്നു. ഇപ്പുറത്തെ പോസ്റ്റിൽ ഗോൾ വികാന്നിട്ട് അപ്പുറത്തെ പോസ്റ്റിൽ ഗോള്. അപ്പോൾ ഈ സെയിം ബ്രസീൽ ഏതായാലും ടച്ച് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ബ്രസീൽ പന്ത് കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കസിമിറോൻ്റെ സിൽവ ജോട്ടക്ക് അത്യാവശ്യം ഓട്ടോകളാണ്. ജോട്ടൻ്റെ ട്രിപ്പിളിങ് ജോട്ട കൊളായി റൊണാൾഡോ പോയി. അലീസണാണല്ലോ ഗോളി. എഡേഴ്സണാണോ അലീസണാണോ ഗൈസ് ഏറ്റവും നല്ല ഗോളി? കമൻറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഗൈസ് ഏതായാലും ഇപ്പോൾ പന്തുള്ള ബ്രസീലിൻ്റെ ഒരു ടിക്കിറ്റാക്ക കളിയാണ് കേട്ടോ ഗൈസ്. കൻസലോൻ്റെ നേരെ നെവസിൻ്റെ നേരെ സിൽവൻ്റെ നേരെ റൊണാൾഡോ റൊണാൾഡോ ഷൂട്ട്. കേട്ടോ മിസ്സായിപ്പോയി. ഷോട്ട് ഓൺ ടാർഗറ്റിനും കൂടെ കിട്ടിയില്ല ഗൈസ്. എന്താ ചെയ്യുക? അപ്പോൾ ഏതായാലും അലീസൺ ഇറക്കുന്നുണ്ട് ഗൈസ്. പന്ത് നേരെ സെൻറ്ററിലേക്ക് കൊടുത്ത് സെൻറ്ററിൽ നിന്ന് നേരെ ഫെർണാണ്ടസ് റൊണാൾഡോ 1-1 യെസ്. മോനെ ഏതാണല്ലേ അങ്ങനൊരു സംഭവം തന്നെ. ഏജ് ഈസ് എ ജസ്റ്റ് നമ്പർ എന്ന രീതിയിൽ കാണിച്ചു തരുന്നുണ്ടാണ്. അതാണ് 2 ഗോള്. പന്ത് 50% ഓൽക്കും പന്ത് പോലെ കയ്യിലുണ്ട്, 50% നമ്മളെ കയ്യിലും പന്തുണ്ട്. നമ്മളതിൽ എപ്പോൾ പന്തിട്ടുന്നു അപ്പം നമ്മൾ കൂടുതലും പോസ്റ്റിൽ തന്നെ ഗോള് ഉണ്ട്. അതാണ് നമ്മൾ പോർച്ചുഗൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതായാലും കളി പിന്നെയും കിക്ക് ഓഫ് എടുത്തിട്ടുണ്ട് ഗൈസ്. കുട്ടീൻ്റെ ആണ് ഇപ്പോൾ പന്തുള്ളത്. നല്ല വിനീഷ്യസ് ജൂനിയർ ഇടംകാലുമായി പോയി ഗൈസ്. ഇപ്പോൾ ഗൈസ് റൂയി പെട്രീഷ്യൻ്റെ നേരെ നമ്മളിപ്പോൾ പോയി പന്ത് അവസാനം തന്നെ മിസ്സാക്കണ പണിയാണ്. ഫസ്റ്റ് തന്നെ മിസ്സായി പോകും. അല്ലാതെ കഴിച്ചില്ല ഏതായാലും. ഇനിയിപ്പോൾ ഒന്നുകൂടി മിസ്സാവുമോ എന്ന് പേടി. ഇവിടുന്ന് കഴിയുന്നതും ബാക്കിൽ ഒഴിവാക്കണതാണ് ഏറ്റവും നല്ലത് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഏതായാലും റൂബൻ ഡിയാസും ഗുറേറിയോ എന്നാണ് പേര്. സിൽവൻ്റെ പന്തും കിട്ടി. സിൽവ ഓടുന്നു. ബെർണാണ്ടോ സിൽവൻ്റെ നിന്നും ഫെലക്സിൻ്റെ നിന്നും കാൻസലോ സിൽവൻ്റെ പോയി ഫെർണാണ്ടസ്. മോനെ സത്യം പറയാല അതൊരു അൺഎക്സ്പെക്റ്റഡ് ഗോളായി പോയിട്ടോ. ഞാൻ എന്താ വിട്ടു ശരിക്കും അത് ഗോളാ ഞാൻ തന്നെ വിശ്വസിച്ചില്ല.
കൃത്യ ടൈമിനാണ് ഫെർണാണ്ടോസിൻ്റെ ആ അറ്റാക്ക് അവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ വേണം. കൗണ്ടർ അറ്റാക്ക് തന്നെ വേണം. ഏതാല്ലേ ഗോള് കിട്ടില്ല സാധനം ഗൈസ്. ഗോളൊക്കെ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടോ ഗൈസ്. ഏതാ സാധനം കൗണ്ടർ അറ്റാക്ക് തന്നെ. ഗോളൊക്കെ അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിക്കണം. അപ്പോൾ ഗൈസ് ഏതായാലും ഇനി പോർച്ചുഗൽ 3 ബ്രസീൽ 0 ആ ലീഡിൽ തന്നെ പോർച്ചുഗൽ 3 ലീഡിൽ നിൽക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഏതായാലും റിച്ചാൾസൻ്റെ ഐക്കോണിക് സാധനം കൂടി കിട്ടണം. ഏതായിക്കില്ലേ ഗൈസ്. ഡാസ് റൂബൻ ഡിയാസിന് റൊണാൾഡോൻ്റെ ലൈനിൽ നിന്നും ജോട്ടയുടെ ഇടത് വിങ്ങിൽ നിന്ന് മികച്ച റൺ. കൗണ്ടർ അറ്റാക്ക് ജോട്ട വലിയ എന്ത് കളിക്കുന്നില്ലല്ലോ ബ്രസീലുകാർ. 4-0 ഗൈസ്. ജോട്ട സിമ്പിളാണ് ഗൈസ്. അടുത്ത കിക്ക് ഓഫ് നമ്മൾ ഏതായാലും ഇറക്കിയിരിക്കുകയാണ് ബ്രസീലിൽ നിന്ന്. നെയ്മർ വലിയ സുഖം ആരല്ല കേട്ടോ. കാശ്മീറോ റിച്ചാൾസൻ്റെ ഒരു മികച്ച ഡ്രിബ്ലിങ്. റിച്ചാൾസൺ ഇവിടെ ഡാസ ഒന്ന് പോയി 1-2-1 ഊഫ്. ഏതാല്ലേ ഗോള് സമ്മതിക്കണം കേട്ടോ. ആരല്ലാന്ന് പറഞ്ഞേ കാശ്മീറോ കേട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗോള് ഏതാ അപ്പോഴേക്കും ഒരു ഗോള് വീണ്. ഒരു കിക്ക് ഓഫ് കയ്യേ. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് കിക്ക് ഓഫ് എടുക്കാം ഗൈസ്. 1-4 അപ്പോൾ റൊണാൾഡോ, ഫെർണാണ്ടസ്, ജോട്ട ഫെർണാണ്ടസിൻ്റെ ഇടംകാലിലൂടെ മികച്ചൊരു പാസ്സാണ് ഗൈസ് അത്. പോയി. ഇപ്പോൾ കുട്ടീനോൻ്റെ പഴയ കളി കൊടുക്കിട്ടാണ് ഗൈസ്. ഏതാണ് അറിയോ നമ്മളെ പെപ്പേൻ്റെ അടുത്ത് അവൻ്റെയൊക്കെ കളി. നെവസിൻ്റെ ഇതാ സിൽവൻ്റെ റൊണാൾഡോ സിൽവ കേട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ജീസസ് റിച്ചാൾസൺ അവിടെ പിടി പെപ്പയൊക്കെ വയസ്സായിരിക്കണെന്ന് തോന്നുന്നു. എന്തേതാ ചെറിയ മക്കളോട് മുട്ടാൻ പോകുന്നില്ലല്ലോ അവന്. അപ്പം പോയി എന്തേത്തും ചെയ്യതിപ്പോൾ വലിയ അടുത്ത കളി കഴിയുമ്പോഴേക്ക് വലിയ മിക്കവാറും സമനില പിടിക്കാൻ മതി. അപ്പോൾ ഗൈസ് ഏതായാലും നമ്മൾ കിക്ക് ഓഫ് ഇറക്കിയിരിക്കുകയാണ്. നെവസ് ആലോചിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യും ഇനി. കൺസലോൻ്റെ നിന്ന് റിച്ചാൾസൻ്റെ നിന്ന് കുട്ടീനിയോയിൽ നിന്ന് റിച്ചാൾസൻ്റെ നിന്ന് വിനീഷ്യസ് ജൂനിയർ. റയൽ മാഡ്രിഡിൻ്റെയും ബ്രസീലിൻ്റെയും വജ്രായുധം തന്നെയാണ് ഗൈസ് വിനീഷ്യസ് ജൂനിയർ. കൻസലോ ഒഴിവാക്കടോ. ഒഴിവായി ഇല്ല. എന്താ ചെയ്യും. വിനീഷ്യസിൻ്റെ പന്ത് കിട്ടിയുള്ള പ്രശ്നം ഇതാണ്. അപ്പം ഗോളാവും ഗൈസ്. ഡാസിൻ്റെ കുട്ടീനോ ഗോളായി. 44 മിനിറ്റിൽ വേറൊരു ഗോൾ അടിച്ചു ഗൈസ്. ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ ഗൊറേറിയോൻ്റെ നിന്ന് പെപ്പയുടെ കൊളാക്കല്ലേടോ. എനിക്ക് തോന്നുന്നത് ഇതിൽ മിക്കവാറും ഇങ്ങനെ കളിച്ച് പോവുകയാണ് എന്തായാലും പൊട്ടും. ഏതായാലും ഹാഫ് ടൈം ആവാനായി ഗൈസ്. ഹാഫ് ടൈം ആയപ്പോഴേക്കും 3-4 കളിൻ്റെ ഒരു ഗതി മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഗൈസ് മാറുന്നത് കളിൻ്റെ ഗതിയൊക്കെ. അപ്പോൾ ഗൈസ് ഏതായാലും കുട്ടീനോൻ്റെ പഴയ കളിയൊക്കെ തിരിച്ചെടുത്തെന്ന് എനിക്ക് തോന്നുന്നു. അജാത് കളി കഴിക്കുന്നത് ഏതായാലും കുട്ടീനൊക്കെ. അപ്പോൾ ഗൈസ് ഏതായാലും ഹാഫ് ടൈം അയക്കുകയാണ്. ഹാഫ് ടൈം ആകുമ്പോഴേക്കും 3-4. അപ്പോൾ ഏതായാലും നമ്മൾ ടച്ച് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. റൊണാൾഡോൻ്റെ കാലിൽ നിന്നും ടച്ച് ഇറക്കി റൊണാൾഡോയുടെ മികച്ചൊരു ഡ്രിബിളിങ് കാഴ്ചവെച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ നമുക്ക് വേണ്ട റിസ്ക് എടുക്കാൻ നമുക്ക് താല്പര്യമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഏതായാലും ഗൈസ് ഇപ്പോൾ റൊണാൾഡോൻ്റെ കയ്യിലാണ് ഏതായാലും പന്തുള്ളത്. അപ്പോൾ ഫെർണാണ്ടസ് മോനെ തൊടുന്ന മൊത്തം ഗോൾ തന്നെയാണ് കേട്ടോ ഗൈസ്. പന്ത് എപ്പം നമ്മളെ കൈ കിട്ടുന്ന അപ്പോൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഗോള്. ഏതാല്ലേ അടിപൊളി ഗോള്. റിപ്ലൈ ആക്കി നിങ്ങൾ. നമ്മൾ നേരെ റൊണാൾഡോയുടെ അസിസ്റ്റ്, ഫെർണാണ്ടസിൻ്റെ ഒരു കിക്ക്. ഐസാണോ കട ഒന്നും അല്ലാണ്ട് നിന്ന് പോവാണ് ഗൈസ്. അങ്ങനെ ഗൈസ് കിക്ക് ഓഫ് ഏതായാലും സ്റ്റാർട്ട് ആയിക്കുന്നത്. കളി മൊത്തത്തിൽ അരയിക്കാണ് ഗൈസ്. വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ഗൈസ്. ശരിക്കും നമ്മൾ ഒറിജിനലായിട്ട് കളിക്കുമ്പോൾ നമ്മൾ തോന്നിപ്പോകും. കാരണം അജാതി അരയിക്കാണ് ഗൈസ് ഏതായാലും. അപ്പോൾ ഗൈസ് ഏതായാലും ബ്രസീലിൻ്റെ കയ്യിൽ ലോഡി ടച്ച് ഇറക്കി പന്ത് കൊണ്ട് ഒരു ഗോൾ അടിച്ചു. അപ്പോൾ ഗൈസ് അടുത്ത നമ്മളെ കയ്യിലാണ് ഗൈസ് കിക്ക് ഓഫ് ഇറക്കി. കൻസലോ
കൻസലോൻ്റെ നിന്ന് നേരെ ഒരു ലോങ് ത്രോ മിൽട്ടാണോ വീണ് ഓഫ്. മിൽറ്റാനോൻ്റെ ലൈഫ് പന്ത് ഇപ്പോൾ ലോഡിൻ്റെ കുട്ടീനോ ജോട്ട ഇടത് വിങ്ങിലൂടെ ജോട്ട റൊണാൾഡോ സിൽവ ഓഫ് പോയി. അലീസാണൊന്നൊരു ഗോളി ഇപ്പോൾ എഡേഴ്സൺ ആക്കിയെന്ന് തോന്നുന്നു ഒരു ഗോളിനെ. അപ്പോൾ ഏതായാലും പന്ത് ഇപ്പോൾ ഉള്ളത് ജോട്ട ഇടത് വിങ്ങിലൂടെ ജോട്ടയുടെ ഒരു കുതിച്ചോട്ട ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. പോയി കുതിച്ചോടുന്നതിന് മുമ്പ് എൻ്റെ ജീസസിൻ്റെ ലൈഫ് പന്ത് ചെയ്താലും ജീസസിൻ്റെ നിന്ന് ആൻ്റണിയിൽ നിന്നും വിനീഷ്യസ് ജൂനിയർ കിട്ടിയാൽ പിന്നെ പണി പാളിയതാണ് ഗൈസ് ഒരു വിധം. ഗോൾ ഞാൻ പറഞ്ഞില്ലേ, വിനീഷ്യസിൻ്റെ കിട്ടിയാൽ പിന്നെ നമ്മൾ ലേശം പണിയാണ് ഗൈസ് കൊണ്ടേ കിട്ടാൻ. ഇപ്പോൾ ഗൈസ് ഇനി കഞ്ചലോൻ്റെ മെയിൻ എന്താ പറയുക സ്കില്ലാണ് ഗൈസ് ഇപ്പോൾ കാണിച്ചു. അതുപോലെ തന്നെ ഫെലിക്സിൻ്റെ പെപ്പൻ്റെ ഫെലിക്സ് എന്തേതാണ് വലിയ കളിക്കുന്നത് ഗൈസ്. എന്തേതാ ചെയ്യുക, ബാക്കൊന്ന് കളിച്ച് പന്തും മിസ്സായി. വിനീഷ്യസ് നെയ്മർ സിൽവൻ്റെ മുന്നേറ്റം കൗണ്ടർ അറ്റാക്കാണ് ഗൈസ് ഇവിടെ നമുക്ക് നടത്താൻ പറ്റുന്നത്. കൗണ്ടർ പോയി സിൽവൻ്റെ ഇപ്പോൾ ഡാനിലോൻ്റെ നേരെ കൻസലോൻ്റെ നേരെ സിൽവ ബെർണാഡോ റൊണാൾഡോ യെസ്. അങ്ങനെ ഗൈസ് കളി 5-6 ഗൈസ്. 5 ബ്രസീൽ 6 പോർച്ചുഗൽ. ഗൈസ് കളി ഏതായാലും ഹരായി നിൽക്കുകയാണ് ഗൈസ്. ഏതായാലും ഇനി അടുത്ത കിക്ക് ഓഫ് എന്തായാലും ബ്രസീൽ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അടുത്ത ബാക്കി കളി നോക്കാം. അപ്പോൾ ഏതായാലും പന്തുള്ളത് നെയ്മറിൻ്റെ കളിയാണ് ഇവിടെ നെയ്മറിനെ കൂടെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. പന്ത് ഓനെ കൊണ്ടുപോയി തന്നെ. ഏതായാലേ ഫെർണാണ്ടസിൻ്റെ നേരെ മറ്റേ സിൽവ റൊണാൾഡോ ഫെലിക്സിൻ്റെ നേരെ ജോട്ട തൊട്ട് കൊടുക്കുക ഗോൾ. ഇതെന്താ ഫുള്ള് ഗോൾമയാണ് കേട്ടോ. ഏതായാലും ഫുള്ള് ഒന്ന് രണ്ടെണ്ണം നമ്മളടിക്കുകയാണെങ്കിൽ ഒന്ന് ബ്രസീൽ അടിക്കും, രണ്ടെണ്ണം പിന്നെ നമ്മളടിക്കുകയാണെങ്കിൽ ബ്രസീൽ രണ്ടെണ്ണം അടിക്കും. ഏതായാലും കളി അരയിക്കുന്നത് ഗൈസ്. കളി കഴിയാൻ ഇനിയും കുറേ ടൈമുണ്ട് ഗൈസ്. ഇനി ഇതിൻ്റെ ഈ ഫുട്ബോളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവസാനം 1 സെക്കൻഡ് ഉള്ളിൽ വരെ വിധി മാറിയും ഗൈസ്. അതാണ് ഈ എന്താ പറയുക ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഇനി നമ്മളെന്തായാലും ബ്രസീൽ കിക്ക് ഓഫ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ 5 ഗൈസ്, 5. അപ്പോൾ ഗൈസ് ഏതായാലും ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ വലത് വിങ്ങിലൂടെ മുറിച്ച് കൊണ്ടുവന്ന് വിനീഷ്യസ് ജൂനിയറിനെ തടന്നുകൊണ്ട് ജാവോ കൻസലോയിൽ നിന്ന് ബെർണാഡോ സിൽവയിൽ നിന്ന് വിനീഷ്യസിൻ്റെ കൗണ്ടർ അറ്റാക്ക് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കണ്ട. കാരണം ഇവിടെ ആരുണ്ട്? റൂബൻ ഡിയാസിൽ നിന്ന് സിൽവൻ്റെ നിന്ന് ജോട്ട ഇടത് വിങ്ങിലൂടെ ജോട്ട അണ്ണൻ്റെ അല്ല ഫെലിക്സിൻ്റെ വലത് വിങ്ങിലൂടെ മികച്ച മുന്നേറ്റം. ഫെർണാണ്ടസ് പോയി. ഏതല്ല ഫെർണാണ്ടസിൻ്റെ പോയി. ഇപ്പം മുന്നോട്ടും ഇല്ല ബാക്കോട്ടും ഇല്ലാത്ത അവസ്ഥ ആയല്ലോ. ഏതായാലും ഇത് ഇവിടെ ആണ് ഞാൻ പെട്ടു കിടക്കുന്നുണ്ട് ഇപ്പോൾ. ആൻ്റണിൻ്റെ നിന്നും ജീസസ് ഇവിടെ വികാൻ സമയം 75 മിനിറ്റ്. ജീസസിൻ്റെ ഒരു കാര്യം. അങ്ങനെ ഏതായാലും കിക്ക് ഓഫ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. കിക്ക് ഓഫ് ഇറക്കിങ് ആൻഡ് നമുക്ക് ഒരു കോർണർ കിട്ടി. കോർണറിന് നേരെ റൊണാൾഡോ മോനെ ഏതാ ഗോൾ, ബൈസിക്കിള് സാധനം ഏതാല്ലേ. റൊണാൾഡോ ജുവൻറ്റസ് റയൽ മാഡ്രിഡ് അടിച്ചപ്പോൾ അതേ ഗോള്. ഓക്കെ ഏതാല്ലേ റയൽ മാഡ്രിഡ് ജുവൻറ്റസ് ഉള്ള കളിയിൽ റയൽ മാഡ്രിഡ് ജുവൻറ്റസിനെതിരെ കളിച്ച കളി അതേ സീസൺ കണ്ടി. ഏതാ ഗോളി
ഇത്ര 8 ഗോൾ അടിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഗോൾ ഒരു ഗോൾ ഇതായിരിക്കും ഗൈസ്. ഏജാതി സാധനല്ലേ. അപ്പോൾ ഗൈസ് ഏതായാലും ഇതാ 82 മിനിറ്റായി, കളി കഴിയാനായി. 6-8 ഗൈസ്. ഗൈസ് അപ്പോൾ തന്നെ ബ്രസീലിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കാണ് ഗൈസ്. ജീസസിൻ്റെ നേരെ നെയ്മർ റൂഫ് 8 ഗൈസ്. 8 കളി ഇതാ കഴിയാനായിട്ടുണ്ട്. ഇത് ഹരം തന്നെയാണ് ഗൈസ്. ആര് ജയിക്കും ആര് തോൽക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കളിയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും ഇതാ ഫ്രെഡിൻ്റെ നേരെ ഫൗളായി ഫ്രീ കിക്ക്. കസ്മിറോൻ്റെ ഒരു ബുള്ളറ്റ് ഷോട്ട് വന്നാൽ മതി, പക്ഷേ ഷോട്ടല്ല, ഒരു ത്രോ ആണ്. ഒരു മികച്ച ത്രോ നിന്ന് ബ്രിട്ടീഷോൻ്റെ സിൽവൻ്റെ സിൽവ ബേക്കോട്ട് കൊണ്ടുപോകല്ല. സിൽവൻ്റെ റൊണാൾഡോ വിനീഷ്യസ് ജൂനിയർ വിനീഷ്യസിൻ്റെ ഓട്ടോ നമ്മളെ അടുത്താ കളി. നേരത്തെ കിട്ടിയ അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഗൈസ് ഇപ്പോഴും ഫ്രീ കിക്കുള്ളത്. ഇപ്പോൾ 90 മിനിറ്റ് ആയിട്ടുണ്ട്. എക്സ്ട്രാ ടൈമാണ് 2 മിനിറ്റ്. ബ്രസീലിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവസാനത്തെ 2 മിനിറ്റാണ് ഗൈസ്. ഇത് കോർണറാണ്. ക്ലിയർ കൈ കിട്ടി. അപ്പോൾ ഗൈസ് അങ്ങനെ അവസാനം കളി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ആവേശമുള്ള കളിയല്ലേ ഗൈസ്, ഏതല്ലേ കളി. അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ബൈ.